ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 3D കോൺഷ്യസ്നസ് ആൻഡ് 5D കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. പലപ്പോഴും നമ്മുടെ ജേർണിയിൽ നമ്മൾ 3Dയിലാണ്, 4Dയിലാണ്, 5Dയിലാണ് ഇതൊക്കെയും കേൾക്കാറുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 3Dയിലാണ് അല്ലെങ്കിൽ 5Dയിലാണെന്നൊക്കെ കേൾക്കുന്നത് നമ്മുടെ കോൺഷ്യസ്നസ്, അതായത് നമ്മുടെ തിങ്കിങ് പാറ്റേണിലുള്ള മാറ്റത്തിനെയാണ് നമ്മൾ ഏത് ഡയമെൻഷനിലാണെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ എവിടെയും പോകുന്നില്ല. അപ്പോൾ 3D കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ തേർഡ് ഡയമെൻഷനിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഫിസിക്കൽ വേൾഡ്, ഇതിൽ ഉള്ള കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് കാര്യങ്ങൾ ഫിസിക്കലായിട്ട് കാണാൻ പറ്റും അല്ലേ. ഇവിടുത്തെ എനർജി എപ്പോഴും ഒരു ലോവർ എനർജി ആയിരിക്കും, അതായത് ഒരു ഡിസയറിൻ്റെ എനർജി ആയിരിക്കാം, നീഡിനെസ്സിൻ്റെ എനർജി ആയിരിക്കാം, ഡൗട്ടിൻ്റെ എനർജി, കമ്പയർ ചെയ്യുന്നതിൻ്റെ എനർജി, ഇതൊക്കെയും ആയിരിക്കാം ഒരു 3D കോൺഷ്യസ്നസ്സിലുള്ള ഒരാളുടെ എനർജി. ഇവരെപ്പോഴും ഈ വേൾഡിനെയും നമ്മളെയും സെപ്പറേറ്റ് ആയിട്ട് കാണും. അതായത് യൂണിറ്റി കോൺഷ്യസ്നസ് ഉണ്ടാവില്ല ഇവിടെ 3Dയിൽ. 5D കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഹയർ സെൽഫുമായിട്ട് അലൈൻ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നസ് ആണ്. നമ്മളുടെ സോളുമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കോൺഷ്യസ്നസ്. ഇവിടെ നമ്മൾ പീസിൻ്റെ എനർജിയിലായിരിക്കും, ഹാപ്പിനെസ്സിൻ്റെ എനർജിയിലായിരിക്കും, ഒരു ബ്ലിസ്ഫുൾ എനർജിയിലായിരിക്കും എല്ലായ്പ്പോഴും. ഒന്നിനെക്കുറിച്ചും വറി കാണില്ല, ആങ്സൈറ്റി ഇഷ്യൂസ് ഒട്ടുവേ കാണില്ല. കാരണം ഒരു സോൾ ലെവലിൽ ആലോചിക്കാൻ നമുക്കിവിടെ പറ്റും. ആരോടും നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവില്ല 5D കോൺഷ്യസ്നസ്സിലിരിക്കുമ്പോൾ. എല്ലാവർക്കും ബ്ലെസ്സിങ്സ് മാത്രം കൊടുക്കാൻ പറ്റും. എല്ലാവരെയും ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞിരിക്കും ഇവിടേക്ക് വരുമ്പോഴത്തേക്കും. ഈ ലോകം എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്, അതായത് ഈ ഒരു 3D ഡയമെൻഷനിലുള്ള ഒരു ലൈഫ് ഇല്യൂഷൻ ആണെന്നും നമ്മളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ സോൾ ലെവലിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു സോളാണെന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കും. ഈ 3D ലെവലിലുള്ള എല്ലാവരെയും നമുക്ക് അവരെ ആസ് ഇറ്റ് ഈസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കോൺഷ്യസ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകും എല്ലാവരും വന്നിരിക്കുന്നത് ഒരു ലൈറ്റിൽ നിന്നാണെന്നും, എന്നാൽ ഈ കോൺഷ്യസ്നെസ്സിലുള്ള വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ആ ഡിഫറൻസ് തോന്നുന്നതെന്നും, എല്ലാം ഒന്നാണെന്നും, എല്ലാവരും ഇൻ്റർ കണക്റ്റഡ് ആണെന്നും നമുക്ക് 5Dയിലുള്ളപ്പോൾ 5th ഡയമെൻഷനിൽ ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ 5th ഡയമെൻഷനിലേക്ക് വരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഷാഡോ സൈഡിനെ ഹീൽ ചെയ്യുമ്പോൾ, ക്ലിയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തോട്ട് പാറ്റേൺ ചേഞ്ച് ആവും. നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇഷ്യൂസും ക്ലിയർ ആവും. നമുക്ക് നമ്മുടെ ഇൻഡ്യൂഷനെ കേൾക്കാൻ പറ്റും. എപ്പോഴും ഒരു സറണ്ടറിൻ്റെ എനർജിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഡിവൈനോട് സറണ്ടർ ചെയ്ത് ഡിവൈനിൽ മെർജ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു 5Dയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു 5D കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്നത്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഷെയറും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ഈ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, അവിടെയും ഫോളോ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.